ഹായ്, കൊല്ലം നീണ്ടകര വിശേഷങ്ങളാണ്. മത്സ്യ വിപണന സംഘത്തിന് ആവശ്യമായ ഒരുവിധം എല്ലാ ഐറ്റം മീനുകളും എടുത്തു കഴിഞ്ഞു. പിന്നെ ബോട്ടുകളെല്ലാം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ക്രിസ്മസിന് ശേഷം, അതായത് അടുത്ത വർഷം ന്യൂ ഇയർ ജനുവരിക്ക് ശേഷം 10-ാം തീയതിയോട് കൂടെ ഇനി പുതിയ ബോട്ടുകളെല്ലാം പോവുകയുള്ളൂ. അതിൻ്റേതായ മീനുകളുടെ ക്ഷാമം ഇനി ഉണ്ടാവുന്നതാണ്. ഇന്ന് മാർക്കറ്റുകളിൽ മീൻ കുറവായതിനാൽ മാക്സിമം ബിസിനസ്സുകാരും നീണ്ടകരെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ചെറുമീനുകൾക്കെല്ലാം നല്ല വിലയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ വള്ളക്കാർ കയറി വരുന്ന ചില വള്ളങ്ങളിലെല്ലാം നല്ല അമൂറ്, കഴുക, അങ്ങനെയുള്ള ഐറ്റം മീനുകൾ, നല്ല പച്ചമീനുകൾ, വിശദമായ നല്ല പച്ചമീനുകൾ വരുന്നുണ്ട്. വില കൂടുതലാണെങ്കിലും തന്നെയും നമുക്ക് വിശ്വസിച്ചെടുക്കാവുന്ന രീതിയിൽ ഉള്ള മീനുകളൊക്കെ ഉണ്ട്. വള്ളത്തിൽ പച്ചമത്തി വരുന്നുണ്ട്. വള്ളത്തിൽ നല്ല പച്ചമത്തിയാണ്. ഇതെല്ലാം കറിക്കെല്ലാം മീൻ നിൽക്കുന്ന പല ആളുകളുമാണ്. പിന്നെ ഇതിലെ തൊഴിലാളികളുണ്ട്. കിളിയുടെ വലിപ്പം നീല വൃക്ഷമാണ്. ഇത് കാണാൻ ഇങ്ങനെ ഇരിക്കുവാണെങ്കിലും ക്ലാത്തി എന്ന് പറയും. ക്ലാത്തിയാണിത്. ഇപ്പോൾ ഇതെല്ലാം കൊണ്ട് വള്ളത്തിനെല്ലാം പോവുകയാണ്. ബോട്ടിൽ നിന്ന്, അതായത് ഇത്രയും നാൾ ബോട്ടുകളെല്ലാം വെള്ളത്തിൽ കിടക്കുമല്ലായിരുന്നു. അത് കരയ്ക്ക് കയറിയപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളും മറ്റും കയറ്റി കമ്പനിക്ക് വിടുക. വള്ളത്തിനും പൊടിക്കാനും പശക്ക് അങ്ങനെയുള്ള ഐറ്റങ്ങളായിട്ട് വിടുകയാണ്. വള്ളത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് കുറഞ്ഞ ചാളകളാണ്. ചാളയാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. 50 രൂപ വിലക്കെല്ലാം കൊടുക്കുകയാണ്. ഈ വിലയ്ക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് വിൽക്കുമ്പോൾ പരാതികൾ മാത്രമേ മിച്ചമുണ്ടാവുകയുള്ളൂ. ബോട്ടുകളെല്ലാം കയറി കഴിഞ്ഞാൽ ഇനി ന്യൂ ഇയറിന് ശേഷം ഈ ബോട്ടുകളെല്ലാം പോവുകയുള്ളൂ. 50 രൂപ ആയാൽ തന്നെ മത്തിയുടെ രുചിയും ഗുണവും ആളുകൾക്ക് യുദ്ധത്തിലും ഇച്ചിരി ചെറുപ്പമുള്ള മത്തിയാണ് പോന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. മത്സ്യബന്ധന സംഘത്തിന് ആവശ്യമായ ഒരുവിധം മീനുകൾ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം 10 10:08 10:10 കൂടി നമ്മൾ ഷോപ്പിലേക്ക് എത്തുന്നതാണ്.